ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പഴം നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പഴുത്തു പോയ പഴം എടുക്കരുത്. ഒരു മീഡിയം പഴുപ്പായ പഴം വേണം നമ്മൾ ഇതിലേക്ക് എടുക്കാൻ വേണ്ടി. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ പഴം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാവുന്നതാണ്. പഴം നമുക്ക് ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കുകയൊന്നും വേണ്ട, ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മളെ പഴമെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഈ വാട്ടിയെടുത്ത പഴം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ 1/2 കപ്പ് റോസ്റ്റ് ചെയ്തെടുത്ത സേമിയ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അഥവാ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് ഉള്ളതെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 250 കപ്പിന് തന്നെയാണ് 1/2 കപ്പ് സേമിയ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 250 കപ്പിന് 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി. ഫ്ലെയിം നമ്മൾ ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ നമ്മളെ സേമിയെല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പാകത്തിനുള്ള വേവായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സേമിയ നമുക്ക് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഓഫാക്കിയതിന് ശേഷം 1/4 കപ്പും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. കൂടെ 1/4 കപ്പ് പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച സേമിയ മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ വാട്ടി മാറ്റി വെച്ച പഴവും ഇതുപോലെ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ കുഴിയിലും അല്പം നെയ്യ് ഇതുപോലെ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഓരോ കുഴിയിലും നമുക്കിതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്ത ആ കൂട്ട് കുറേശ്ശെ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കണം. ഇതുപോലെ ഓരോ കുഴിയിലും കൂട്ടൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉണക്കമുന്തിരി ഞാൻ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ ആയാലും ഇട്ട് കൊടുത്താൽ മതി. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള കൂട്ടും നമുക്കിതുപോലെ ഇഡ്ഡലി തട്ടിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5-6 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിപ്പം ഇവിടെ വേവാൻ തുടങ്ങിയിട്ട് 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ട് നമുക്ക് ഇതിൽ നിന്നും ഇറക്കി വെക്കാം. ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ആ കൂട്ടും നമുക്കിതുപോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതും എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.